ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മൾ സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് ആണ് നോക്കിയത്. ഇനി നമുക്ക് ബാക്കി നോക്കാം. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സ് ഹാസ് ഗോട്ട് ബോത്ത് തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ്. എക്കണോമിക്സിന് തിയററ്റിക്കലിയും പ്രാക്ടിക്കലിയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. എക്കണോമിക്സ് ടച്ചസ് ഈച്ച് ആൻഡ് എവരി ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റിലും എക്കണോമിക്സിൻ്റെ ഒരു ടച്ച് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത് തിയററ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഹെൽപ്സ് ടു ഇൻക്രീസ് നോളജ്. എക്കണോമിക്സ് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് തിയററ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടില്ലേ, അതായത് നാഷണൽ ഇൻകം, എംപ്ലോയ്മെൻറ്റ്, പ്രൊഡക്ഷൻ, കൺസംഷൻ, ഇതിനെയൊക്കെ കുറിച്ച് ഒരു നോളജ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഹെൽപ്സ് ടു ഡെവലപ്പ് അനലിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്. ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ, അതും എക്കണോമിക് പരമായിട്ടുള്ള എക്കണോമിക് പ്രോബ്ലംസ് അതിൽ പറയുന്നുണ്ടോ, എക്കണോമിക്സ് ആസ് എ സയൻസ് ക്രിയേറ്റ്സ് ആൻഡ് ഡെവലപ്സ് ലോജിക്കൽ തിങ്കിങ് ടുവേർഡ്സ് വേരിയസ് എക്കണോമിക് പ്രോബ്ലംസ്. എക്കണോമിക് പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടായത്, അത് ലോജിക്കലി നമുക്ക് തിങ്ക് ചെയ്യാനും അനലൈസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇറ്റ് എനേബിൾ അസ് ടു അനലൈസ് വേരിയസ് ഡേറ്റ പെർട്ടൈനിങ് ടു ഡൊമസ്റ്റിക് എക്കോണമി ആസ് വെൽ ആസ് ഇൻ്റർനാഷണൽ എക്കണോമി. അതായത് ഡൊമസ്റ്റിക് എക്കണോമിയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ എക്കണോമിയും കുറിച്ചിട്ടുള്ള ഓരോ അനലൈസിസ്, അതിനെക്കുറിച്ചുള്ള ഡേറ്റാസ് അവൈലബിൾ ആണ്. അപ്പോൾ ഡേറ്റാസ് വെച്ചുകൊണ്ടിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും അനലൈസ്, ഇൻ്റർനാഷണൽ പരമായിട്ടും എക്കണോമിക്കലി, അതായത് ഡൊമസ്റ്റിക്കലി നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തത് പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ്. എക്കണോമിക്സ് ഹാസ് ഗോട്ട് ട്രമെൻഡിയസ് പ്രാക്ടിക്കൽ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സിഗ്നിഫിക്കൻസ് ഫോർ കൺസ്യൂമേഴ്സിനെ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെയാണ്? നമുക്ക് ലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ എങ്ങനെ നമുക്ക് മോസ്റ്റ് പ്രൊഡക്റ്റീവായിട്ട്, അതിനെ എങ്ങനെ ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാം, ബെസ്റ്റ് പോസിബിൾ യൂസ് ഓഫ് ദ ലിമിറ്റഡ് അവൈലബിൾ റിസോഴ്സസ് എന്നാണ്. അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് കൺസ്യൂമേഴ്സിന് എക്കണോമിക്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലേ? എക്കണോമിക്സിലൂടെ കൺസ്യൂമേഴ്സിന് അത് മനസ്സിലാകും. Significance for producers. Like a consumer, the producer too wants to make the best use of resources available with him. കൺസ്യൂമറിനെ പോലെ തന്നെ പ്രൊഡ്യൂസറിനും അയാളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യണം. പ്രൊഡക്ഷൻ ഈസ് ദി എഫക്റ്റീവ് കോമ്പിനേഷൻ ഓഫ് ദോസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നെയിംലി ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എൻ്റർപ്രൈസ്. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ, ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രൈസ്. അപ്പോൾ ഈ 4 കാര്യങ്ങളുടെയും കോമ്പിനേഷനാണ് ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെയും അതുപോലെ തന്നെ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നല്ലോണം ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളത് എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. എക്കണോമിക്സ് ഹെൽപ്പ് ദി പ്രൊഡ്യൂസേഴ്സ് ഇൻ ഡിറ്റർമൈനിങ് ദ റെമ്യൂണറേഷൻ ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ റെമ്യൂണറേഷൻ കൊടുക്കണമല്ലോ. അത് എങ്ങനെ, എത്ര റെമ്യൂണറേഷൻ കൊടുക്കണം, അതെങ്ങനെ ഡിസൈഡ് ചെയ്യണം എന്നുള്ളതും എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. റെൻറ്റ് ടു ലാൻഡ്, വേജസ് ടു വർക്കേഴ്സ്, ഇൻട്രസ്റ്റ് ടു ക്യാപിറ്റൽ ആൻഡ് പ്രോഫിറ്റ് ടു ഓൺട്രപ്രണർ. ഓക്കെ. ഇറ്റ് ആൾസോ ഹെൽപ്സ് ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഫിക്സേഷൻ ഓഫ് ദ പ്രൈസ് ഓഫ് ദെയർ പ്രൊഡക്ട്സ്. അവർ ഉൽപ്പാദിപ്പിച്ച പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നിശ്ചയിക്കുന്നത് എങ്ങനെയെന്നും എക്കണോമിക്സിലൂടെ പ്രാക്ടിക്കലി നമുക്ക് അറിയാൻ സാധിക്കുന്നു. സിഗ്നിഫിക്കൻസ് ഫോർ വർക്കേഴ്സ്. ദ സ്റ്റഡി ഓഫ് എക്കണോമിക്സ് എനേബിൾസ് വർക്കേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അപ്പോൾ എക്കണോമിക്സ് എന്ന സ്റ്റഡി ചെയ്യുന്നത് മൂലം എങ്ങനെയാണ് ഒരു വർക്കർ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വർക്കറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വർക്കറിനെ മനസ്സിലാക്കിയും കൊടുക്കുന്നുണ്ട് എക്കണോമിക്സ്. ഇറ്റ് ഹെൽപ്സ് ദം ടു അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ദെയർ കോൺട്രിബ്യൂഷൻ ടു പ്രൊഡക്ഷൻ ആൻഡ് റിവാർഡ് ഫോർ ദ കോൺട്രിബ്യൂഷൻ. അവരുടെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് എക്കണോമിക്സ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് അതിനെന്താണ് കിട്ടുന്നത്? റിവാർഡ് കിട്ടുന്നു. എന്ത്? വേജസ്. അപ്പോൾ ആ വേജസിൻ്റെ മൂല്യം എത്രത്തോളം ആണെന്നുള്ളതും എക്കണോമിക്സിലൂടെ വർക്കേഴ്സിന് മനസ്സിലാക്കി കൊടുക്കുന്നു. Significance for academicians. Economics is considered as a queen of social science. Economics theories explain the concepts of consumption, production, distribution, investments, etc. They also tell about the various economic problems, their causes, effects and their possible solutions. Okay. എക്കണോമിക്സ് അക്കാഡമീഷ്യൻസിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്കണോമിക്സ് സോഷ്യൽ സയൻസ് ആണെന്നല്ലേ പറയുന്നത്. എക്കണോമിക്സ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് സോഷ്യൽ സയൻസ് ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്കണോമിക്സ് നല്ല രീതിയിൽ കൺസംഷൻ എന്താണ്, പ്രൊഡക്ഷൻ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ ഒരുപാട് ടേംസ്, ഒരുപാട് കോൺസെപ്റ്റ്സുകൾ
എക്കണോമിക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്കണോമിക്സ് അക്കാഡമീഷ്യൻസിനെയും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്കണോമിക് പ്രോബ്ലത്തിനെ പറ്റിയും അതിൻ്റെ കോഴ്സസ്, അത് കാരണം ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സിനെ പറ്റിയും അതിനുള്ള സൊല്യൂഷൻസ്, ഇതെല്ലാം എക്കണോമിക്സിലൂടെ അക്കാഡമീഷ്യൻസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സിഗ്നിഫിക്കൻസ് ഫോർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ് ആർ ഫോർമുലേറ്റഡ് ബൈ ദി അഡ്മിനിസ്ട്രേറ്റർ, സോ ദേ മസ്റ്റ് നോ ദ തിയറീസ് ഓഫ് ടാക്സേഷൻ ആൻഡ് ഫിനാൻസ്. ഇറ്റ് വിൽ എനേബിൾ ദം ടു അണ്ടർസ്റ്റാൻഡ് ദി സോഴ്സസ് ഓഫ് പബ്ലിക് റവന്യൂ ആൻഡ് ഡെപ്റ്റ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സാണ് ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി പോലുള്ള പോളിസീസ് കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലേ? അവരാണ് അത് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ടാക്സിനെ പറ്റിയും ഫിനാൻസിനെ പറ്റിയൊക്കെ നല്ലൊരു നോളജ് വേണം, അല്ലേ? തിയററ്റിക്കലി അവർക്ക് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു അറിവ് എക്കണോമിക്സിലൂടെ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഫോർ ഇഫക്റ്റീവ് മാൻ പവർ പ്ലാനിങ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ മാൻ പവർ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്കേഴ്സ് റിസോഴ്സസ് ഇല്ലേ, അതിനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ മാൻ പവർ വേണം, അല്ലേ? അപ്പോൾ മാൻ പവർ എത്രത്തോളം വേണം, ലേബേഴ്സ് എത്രത്തോളം വേണം, ഇതൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യാനും എക്കണോമിക്സ് പറഞ്ഞു തരുന്നുണ്ട്. Useful in price fixation. Economic theories on value and equilibrium help the producers to target an optimum level of output and maximizing their revenue. ഓക്കെ, അപ്പോൾ എക്കണോമിക്സ് പ്രൈസ് ഫിക്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊഡ്യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് എക്കണോമിക് തിയറീസും വാല്യൂ ആൻഡ് ഇക്വിലിബ്രിയം അതൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറച്ച് കോൺസെപ്റ്റ്സുകളുണ്ടല്ലോ, അതിലൂടെയൊക്കെ ആ തിയറീസൊക്കെ വെച്ചുകൊണ്ട് ഒപ്റ്റിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സിന് സാധിക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ മാക്സിമം റവന്യൂ അവർക്ക് ടാർഗറ്റ് ചെയ്ത് ഏൺ ചെയ്യാനും എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇറ്റ് ആൾസോ ഹെൽപ്സ് ദ മാനുഫാക്ചറേഴ്സ് ടു ഫിക്സ് എ പ്രൈസ് അണ്ടർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. ഓരോ സിറ്റുവേഷൻസിലും ഇപ്പോൾ എക്കണോമിയിൽ റിസഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ബൂം, അപ്പോൾ അങ്ങനെ ഓരോ സിറ്റുവേഷൻസും വരും, അല്ലേ? ഓരോ സൈക്കിൾസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ പ്രൈസ് എങ്ങനെ അതനുസരിച്ച് ഫിക്സ് ചെയ്യാമെന്നുള്ളതും എക്കണോമിക്സ് സ്റ്റഡിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോൾവിങ് ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലംസ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നെയിംലി ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഹാവ് ടു ബി റിവാർഡഡ് ഫോർ ദെയർ റിലേറ്റീവ് കോൺട്രിബ്യൂഷൻ ഇൻ പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺടർപ്രണർഷിപ്പ്, ഇതിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? റിവാർഡ് കൊടുക്കണം, അല്ലേ? ആ റിവാർഡ് പ്രൊഡക്ഷനിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ചുള്ള റിവാർഡ് കൊടുക്കണം. തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ എക്കണോമിക്സ് സജസ്റ്റ് ദാറ്റ് എവറി ഫാക്ടർ ഷുഡ് ബി പെയ്ഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി. അതിൻ്റെ മാർജിൻ ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ തിയറി, എക്കണോമിക്സിലുള്ള ഡിസ്ട്രിബ്യൂഷൻ തിയറി സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫാക്ടേഴ്സിനും അവർ പ്രൊഡക്റ്റ് ചെയ്യുന്ന മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഉണ്ട്. ആ മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ച് വേണം ഇവർക്ക് റിവാർഡ് കൊടുക്കേണ്ടത് എന്നുള്ളത് എക്കണോമിക്സ് സ്റ്റഡിയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. Helps to managers. Economics provided analytical tools and techniques to the managers to achieve the goals of the organization that they manage. മാനേജേഴ്സിനെ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് എക്കണോമിക്സിൽ പറയുന്നുണ്ട്. അത് മാനേജേഴ്സിന് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻസ് ഓഫ് എക്കണോമിക്സ്. അപ്പോൾ അടുത്തത് മാക്രോ ആൻഡ് മൈക്രോ എക്കണോമിക്സ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.